ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ കമലയുടെ അടുത്തേക്ക് ശിവൻ വരിക. ശിവൻ വന്നപ്പോഴത്തേക്ക് ഓടി ഇറങ്ങി ചെന്നു ഭാര്യ, അല്ല രാജീവൻ എന്ത് ചെയ്യും, നിങ്ങൾ ഒരുമിച്ചല്ലേ പോയതെന്ന് ചോദിച്ചപ്പോൾ അവൻ വൈഫ് ഹൗസിൽ പോയതാ, അവൻ വൈകിട്ട് വരുമെന്ന് പറഞ്ഞു. അല്ല MLA കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കണ്ടു, സംസാരിക്കുകയും ചെയ്തു. MLA എന്നാ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഞാൻ വീടിനകത്തോട്ടൊന്ന് കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. ശിവനകത്തേക്ക് കയറിപ്പോ, പറ ശിവേട്ടാ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് മനു ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അവരൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, അച്ഛാ ജാമ്യം കിട്ടണ്ടേ, ഇതൊരു പോക്സോ കേസായിട്ടാണ് പോലീസ് ഹരിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം മനു പറയാണ്. ആ പെണ്ണിന് 18 വയസ്സൊന്നും തികഞ്ഞല്ലോ, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലേ കറക്റ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പ്രായം എല്ലാവരും കറക്റ്റായിട്ട് കൊടുക്കാറില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഹരിക്കെതിരെയുള്ള ചാർജേ, ഹരി അവളെ മുമ്പും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണെന്ന കാര്യം പറയുകയാണ്. അതായത് അവൾ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ്. അപ്പോൾ പിന്നെ ജാമ്യം കിട്ടുന്ന കാര്യം വലിയ പാടാണെന്ന കാര്യമൊക്കെ പറയുമ്പം ഇപ്പം എന്തായാലും ഒന്നും നടക്കത്തില്ല മനു, പത്രക്കാരും മൊത്തം എഴുതി പിടിപ്പിക്കും. അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമം, ചാക്ക് നിറയെ നോട്ടുകെട്ടുകളുമായി രഹസ്യദൂതന്മാർ അണിയറയിലെന്നൊക്കെ എഴുതി പിടിപ്പിക്കുമെന്നുള്ള കാര്യവും പറയുക. ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്ന കാര്യവും അച്ഛൻ മകനോട് പറയുന്നു. അപ്പോഴേക്കും കമല ചായയായിട്ട് വന്നു. അപ്പോൾ അതെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് കമല ഇങ്ങനെ ശിവനോട് ചോദിക്കുന്നത്. എന്നാ ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പം രാജീവ് വൈഫ് ഹൗസിലേക്ക് പോകാൻ കാരണം എന്താ, അവനിങ്ങോട്ട് വന്നിട്ട് എന്നാ ചെയ്യാനാണെന്ന് ചോദിച്ചു. രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്ന് തന്നെ അവൻ മടുത്തു. പോലീസിൻ്റെ വലിയ ഓഫീസർമാരെ കാണാൻ മേലായിരുന്നോ, SP-യും DIG-യും DGP ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴേ ആരും ഒരു സഹായവും ചെയ്യത്തില്ല കമലെ, ഈ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങണം, എന്നാലേ അവരെന്തെങ്കിലും ചെയ്യുള്ളൂ. ചെറുക്കനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ ശിവേട്ട, സ്വന്തക്കാരോട് കൂറും സ്നേഹമൊക്കെ ഉള്ളത് അവന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ കമല പറയുമ്പം സ്വന്തക്കാരോടുള്ള സ്നേഹം കൂടി സ്വന്തക്കാർക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ അവനെ ആക്കിയില്ലേ എന്ന് മനു അന്നേരം കമലയോട് ചോദിച്ചു. അപ്പോൾ കമല ഇങ്ങനെ നോക്കും ഓട്ടക്കണ്ണിട്ട്. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും എന്ന് കമല മനുവിനോട്. മറ്റേ പെണ്ണതിന് അവൻ വിളിച്ചപ്പോൾ കൂടെ പോയത്, നല്ല കുടുംബത്തിൽ ജനിച്ച് വളർന്നവളാണെങ്കിൽ കൂടെ പോകുമായിരുന്നോ? ഒരബദ്ധമാണോ അവന് പറ്റിയിരിക്കുന്നതെന്ന് മനു ചോദിച്ചു. അലീനയും മയക്കുമരുന്ന് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതോ, അവളുടെ ബാഗിൽ മുക്കുബണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് രാത്രി ഗിഫ്റ്റ് കൊടുത്തതാണെന്ന് അവൻ പറഞ്ഞതോ, അവൻ കൃഷ്ണജിയോടും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് അലീന പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. ഇവിടെ വെച്ച് ബബിത അവൻ്റെ ഫോൺ ഇടിച്ചു പൊട്ടിച്ചത് എന്തിനാ? അവനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എന്താ, എന്നിട്ട് അമ്മയുടെ കണ്ണിൽ അവന് പറ്റിയത് അബദ്ധം അല്ലേ? അവൻ സ്വന്തക്കാരോട് കൂറും നന്ദിയുള്ളവൻ. അമ്മയുടെ വക ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റും. എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു രാമപുരത്തെ തറവാട്ടിലുള്ള എല്ലാവരും എന്ന് മനു ചോദിക്കുമ്പോൾ, നീ എന്തിനാണ് എൻ്റെ വീട്ടുകാരെ പറയുന്നതെന്ന് ചോദിച്ചു. രാമപുരത്തുകാരെന്നാ പഴച്ചടാന്ന് ചോദിച്ചു കമല തുള്ളുമ്പോൾ, എന്തായാലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതല്ല ഹരിക്ക് സ്വഭാവം, രാമപുരത്ത് നിന്ന് വന്നത് തന്നെയാണെന്ന് മനു പറയുമ്പം, എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവമാണെന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ ജീൻ ആ തറവാട്ടിൽ നിന്ന് വന്നതാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മാവൻ്റെ ആകാം, അല്ല അവിടുത്തെ മുത്തശ്ശൻ്റെ ആകാം, വേറെ ആരുടെയെങ്കിലും കാരണവരുടെ ആവാം. എന്തായാലും കൈതക്കൽ മാളിയ വീട്ടിൽ ഈ സ്വഭാവം ആർക്കും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എല്ലാവരും അങ്ങ് നിങ്ങൾ തമ്മിലുള്ള തർക്കം ആദ്യം നിർത്താവോ, അതാണോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് ശിവൻ അന്നേരം ദേഷ്യപ്പെട്ടു ഇവരോട്. അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ മനു മുഖത്ത് നോക്കി പറയുമ്പോൾ, പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ എന്താ അച്ഛാന്ന് ചോദിച്ചു മനു. അലീന ഉണ്ടല്ലോ, അവളെ നിന്ന് കണ്ണാടിപ്പറമ്പ് കോളനിയിൽ വെച്ച് അവിടുത്തെ നാട്ടുകാർ തീ വെച്ച് കൊല്ലേണ്ടതായിരുന്നു എന്ന് ശിവൻ പറയാം. അത് കേട്ടപ്പോൾ മനു നടുങ്ങിപ്പോയി. അവളെന്തിനാ അവിടെ പോയത്? ഒന്നും പറയണ്ട, ശരണ്യെ കണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പോയതാ. രോഹി എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരിയെടുക്കാനാണെന്നുള്ള കാര്യം പറയുമ്പോൾ, അലീന ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അച്ഛാന്ന് മനു പറഞ്ഞു. ബാലചന്ദ്രൻ ഞങ്ങൾ അതിന് കൂട്ട് നിൽക്കത്തുമില്ല എന്നും മനു ശിവനോട് പറയുക. അത് കേട്ടപ്പം എന്നതായാലും അവൾ കോളനിയിൽ പോയായിരുന്നു. ബാലചന്ദ്രൻ്റെ വീട്ടിലെ പെണ്ണാണ് അവളെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. പിന്നെ അപ്പോൾ അവർ തിളച്ച് നിൽക്കല്ലേ, അലീനയെ ശരിക്കും കൈകാര്യം ചെയ്തു അവർ. അത് കേട്ടപ്പോൾ മനുവിന് ഭയങ്കര പേടിയും ടെൻഷനും. അപ്പോൾ കമലയ്ക്ക് സന്തോഷമായി. ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് കുളിപ്പിച്ചു അറിയാവോ. പിന്നെ ജീവനോടെ കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി ഉരച്ചപ്പോഴേ കത്തിയില്ല അതാണ് രക്ഷപ്പെടാൻ മാത്രമാണ് അവൾ രക്ഷപ്പെട്ട് പോയതെന്നുള്ള കാര്യമൊക്കെ ശിവൻ ഇങ്ങനെ പറയുക. ഈ പറയുന്നതൊക്കെ ശരിയാണോ അച്ഛാന്ന് ചോദിക്കുമ്പം, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അനിലിനെ വിളിച്ച് നീ ചോദിച്ചു നോക്കാൻ പറഞ്ഞു അച്ഛൻ മോനോട്. അപ്പം അറിയാം സത്യാവസ്ഥ എന്താണെന്ന്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഇത്ര അറിയാമെന്ന് പറയും. അവൾ എന്നത്തിന് ആ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയത് എന്ന് കമല ചോദിക്കുമ്പം, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് ശിവൻ കമലയോട് പറയാം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, കമല എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും, വെറുതെ ഒന്നും പോകത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കമല അതിനും കുറ്റം പറയാം. നിങ്ങൾക്ക് ബാലൻ തന്നെ വിളിച്ച് ചോദിക്കാൻ മേലായിരുന്നോ? എന്തിന്? അവൾ എന്നാത്തിനാ പോയത് എന്ന് അറിയാമായിരുന്നല്ലോ, അറിഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു.
ഇതെന്നാത്തല്ല നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കമല ശിവനോട് ചൂടാവണം. എല്ലാവരും എൻ്റെ മക്കിട്ട് കയറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കമല അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് മനു അവിടെ നിന്ന് ഓടി പോവുകയാണ് ഫോൺ എടുത്ത് വിളിക്കാനായിട്ട്. അപ്പോൾ ശിവൻ അവിടെ നിന്ന് ചായയും കുടിക്കുന്നു. അപ്പോൾ അലീന അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുവിൻ്റെ കോള് ഫോണിലേക്ക് വരിക. നീ ഇന്ന് ശരണ്യയുടെ വീട്ടിൽ പോയായിരുന്നു എന്ന് ചോദിച്ചു. പോയി കണ്ടു തിരിച്ചു പോന്നു എന്ന് അലീന പറയുന്നു. അവിടെ പോയിട്ട് ഒന്നും സംഭവിച്ചില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ബാലചന്ദ്രൻ മേനോൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. കുറേ പേരെന്നെ വളഞ്ഞെന്ന് പറഞ്ഞു. നിന്നെ അവിടെ ഇട്ട് അടിക്കുകയും ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തോ? അതെനിക്കറിയേണ്ടത്. അത് അവരുടെ തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്തു പോയതാ മനുവേട്ടാ. അല്ലാതെ എന്നെ ആദ്യം കാണുന്നവർക്ക് എന്നോട് എന്തിനാ വെറുതെ വിരോധം തോന്നുന്നത്? സംഭവിച്ചതൊക്കെ നിസ്സാരമാണെന്നാണോ നിന്റെ വിചാരമെന്ന് ചോദിച്ചപ്പം മനുവേട്ടാ നോക്ക്, സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ അത് തിരുത്താനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് അലീന പറയുക. ഞാനും അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നേ. അവർ നിന്നെ വല്ലാണ്ട് ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പം കുറേ തല്ലൊക്കെ കിട്ടി മനുവേട്ടാ. പിന്നെ എന്നെ പരിചയമുള്ളൊരു ഓട്ടോക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, ഷാജി ചേട്ടനെ. ഷാജി ചേട്ടൻ സമയത്ത് കറക്റ്റ് വന്നു. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ട് കുറച്ച് നേരെ ആയിട്ടുള്ളൂ മനുവേട്ടാ. അതെ, അച്ഛനോടും കൃഷ്ണമോളോടും വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയേന്ന് മനു ചോദിക്കുമ്പം അച്ഛനോട് ഞാൻ ചോദിച്ചായിരുന്നു മനുവേട്ടാ. അങ്ങൾ പറഞ്ഞു നിന്നോട് പോയിക്കോളാൻ. അത് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ല, പോകാനും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നോടൊരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അലീന? നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അപ്പം എല്ലാവരുടെയും സമ്മതം വാങ്ങി പോകാനൊന്നും പറ്റത്തില്ല മനുവേട്ടാ. ഒന്നാമത് അത് നിങ്ങളുടെ ആരുടെയും വിഷയമല്ല. ശത്രുവിൻ്റെ വീട്ടിൽ പോയതുപോലെ നിങ്ങൾക്കും പോയതുപോലെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വീട്ടുകാർ നിന്നോട് മോശമായിട്ടല്ലേ പെരുമാറിയതെന്ന് അലീന ചോദിക്കുമ്പം അവർക്കെന്നെ സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുഴപ്പക്കാരി അല്ല എന്നവർക്ക് മനസ്സിലായി. ഞാൻ ശരണ്യെ കണ്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അതോടുകൂടി ആ പ്രശ്നമൊക്കെ തീർന്നു. ശരണ്യ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അത് ഞാനൊന്നും ചോദിച്ചില്ല, അതിനെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ പോകുന്നു എന്ന് പറയാം. അവൾ എഴുന്നേറ്റിരുന്നു. ഭക്ഷണം കഴിക്കാതിരുന്ന അവൾ ഭക്ഷണം കഴിച്ചു. ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ തോളത്ത് മുഖം വെച്ച് കുറേ നേരം കരഞ്ഞു എന്ന് പറഞ്ഞു. നമുക്കിതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ അലീന എന്ന് മനു ചോദിക്കും കേട്ടോ. അന്നേരം എനിക്ക് പ്രയോജനമുണ്ട് എന്ന് അലീന പറയണം. മനസ്സ് തകർന്നു പോയ ഒരു പെൺകുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടത്താൻ പ്രാപ്തിയാക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ എന്ന് അലീന മനുവിനോട് ചോദിക്കുക. പിന്നെ അവൾ ജീവിച്ചിരിക്കട്ടെ മനുവേട്ട, കഴിഞ്ഞതൊക്കെ മറന്ന് അവൾ മുന്നോട്ട് പോവട്ടെ മനുവേട്ടാന്നും അലീന മനുവിനോട് പറയുന്നു. മനു ഒരു ദീർഘശ്വാസം വിട്ടു. എന്നാലും കുറച്ച് കടന്നു പോയി എന്ന് പറയാതെ വയ്യ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സോറി മനുവേട്ട, പറഞ്ഞിട്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നതുമാണ്. അപ്പോൾ വേറെ ആരും അത് ഇഷ്ടപ്പെടേണ്ടെന്ന് തീരുമാനിച്ചതും ഞാനാണെന്ന് അലീന മനുവിനോട് പറയുമ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല മനുവേട്ട. അപ്പോൾ ശരിയെന്നാ, ഞാൻ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അലീന തൻ്റെ ജോലികളും കാര്യങ്ങളുമായിട്ട് അടുക്കളയിൽ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിക്കുട്ടിയായിട്ട്. രേവതിക്കുട്ടി ഇരുന്ന് പഠിക്കുന്ന സമയത്ത് രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് അലീന വിളിച്ചു. നീ ഇതെവിടെയോ മോളെ, റൂമിലാണോ ഹാളിലാണോ അതോ കിച്ചണിലാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ റൂമിലെ ചേച്ചിയെന്ന് പറഞ്ഞു. പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നിനക്ക് സുഖമല്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അച്ഛൻ ഭയങ്കര സങ്കടത്തിലാണ്. എന്തായാലും മകനല്ലേ, അച്ഛൻ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, ചേച്ചിയുടെ കുഞ്ഞാങ്ങളെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും രോഹിത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ നിലപാട് അതാണെന്നും എനിക്ക് ഒട്ടും അനുകമ്പ ഇല്ലയെന്നും അലീന പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രമാത്രം അവനെ വിലക്കിയിട്ടുണ്ട്. ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കണമെന്ന്. അന്നൊന്നും അവനത് കേട്ടില്ല എന്നും പല തവണ ഞാൻ അവന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. മനസ്സിലാകാത്തത് കൊണ്ടൊന്നുമല്ല, എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം. മേഡം എന്നാ പറയുന്നു, ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഇപ്പോഴും ഒന്നും ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പം മേഡത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ കാരണം രോഹിത്ത് വഴി തെറ്റിപ്പോയെന്നാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു. അതെന്നാ അങ്ങനെയൊക്കെ പറയുന്നേ ചേച്ചി, ഇപ്പം എന്നാ ചെയ്തു? എനിക്കറിയാൻ മേല. ആരുടെയെങ്കിലും തലയിലേക്ക് ഇതൊക്കെ വെച്ചു കൊടുക്കണ്ടേ, അതാണ് അവരുദ്ദേശിക്കുന്നത്. ഏതായാലും മേഡത്തിൻ്റെ അഹങ്കാരം ഇപ്പോൾ കുറച്ച് കുറഞ്ഞു കാണുമല്ലോ. കിരീടം തലയിൽ വെച്ചുകൊണ്ടല്ലേ ഇത്രയും നാൾ നടന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു മണ്ടത്തരം കാണിച്ചു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാം. അപ്പോൾ എന്നതാ ചേച്ചിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നടന്നതെല്ലാം പറയുക. പിന്നെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ചതും പ്രശ്നം ഉണ്ടായതൊക്കെ പറഞ്ഞു. ചേച്ചി ഇനി കൂടുതലൊന്നും എന്നോട് പറയണ്ട. കത്തിച്ചെങ്കിൽ എന്നെ ചെയ്തേനെ ചേച്ചി, കുറച്ചൊന്നും അല്ലല്ലോ അഹങ്കാരം എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ദേഷ്യപ്പെടുക. അപ്പോൾ എൻ്റെ മോളെ ഞാൻ ആ കൊച്ചിനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതാടി. എന്നിട്ട് എങ്ങനെ ചേച്ചി രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയേട്ടൻ വന്ന കാര്യമൊക്കെ പറയുക. അപ്പോൾ ഞാൻ ബാലചന്ദ്രമേനോൻ്റെ മകളല്ല, അവിടുത്തെ വേലക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഒറ്റയ്ക്ക് പോവല്ലേ എൻ്റെ ചേച്ചി. ശരണ്യെ ആശ്വസിപ്പിക്കാനുള്ള കൊതിയൊക്കെ തീർന്നല്ലോ ഇല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഞാൻ അവളെ കണ്ട് ആശ്വസിപ്പിച്ചിട്ടാണ് മോളെ തിരിച്ചു പോകുന്നതെന്ന് പറയുമ്പം അപ്പം തന്നെ പോയി ചേച്ചി കണ്ടോ?
ഷാജി ചേട്ടനെ എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി കുളിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ സൗകര്യം ചെയ്തു തന്നു. ഞാൻ മണ്ണെണ്ണയൊക്കെ സോപ്പിട്ട് കഴുകി കളഞ്ഞു. ഷാജി ചേട്ടൻ്റെ പെങ്ങൾ എനിക്ക് ഡ്രസ്സും തന്നു. അതൊക്കെ ഇട്ടുകൊണ്ട് പോയി ഞാൻ ശരണ്യെ കണ്ടോ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതം അവസാനിച്ചു പോയി എന്ന മട്ടിൽ കിടക്കുക ആ കുട്ടി എന്നുള്ള കാര്യവും അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുന്നു. ഞാനതിനെ എഴുന്നേൽപ്പിച്ച് ആഹാരമൊക്കെ കഴിപ്പിച്ചിട്ടാ തിരിച്ചു പോകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഭയങ്കര ധൈര്യം തന്നെ ചേച്ചി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്യാൻ. ഒരു പാവം പെൺകുട്ടി. അവളുടെ കിടപ്പും കരച്ചിലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നതെന്നുള്ള കാര്യം അലീന രേവതിക്കുട്ടിയോട് പറയാം. ഇനി അങ്ങോട്ട് പോകണ്ടാട്ടെ ചേച്ചി. അപ്പം പോണം മോളെ. അവളൊരു ദുഷ്പേരിൽ അകപ്പെട്ട് ആ വീട്ടിനുള്ളിൽ അടഞ്ഞു കിടന്ന് ജീവിതം വെറുതെ പാഴാക്കി കളയരുത്. അവളെ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്നും അവൾ ഇനിയും പഠിക്കാൻ പോകണമെന്നുള്ള കാര്യവും പറയുക. നമ്മളെപ്പോലെ നല്ല ആത്മവിശ്വാസത്തോടെ അവൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന കാര്യവും പറയുന്നു. അതിനുള്ള ധൈര്യം അവൾക്ക് കിട്ടണമെങ്കിൽ സ്നേഹമുള്ളൊരു കൈത്താങ്ങ് അവൾക്ക് വേണമെന്നും പറഞ്ഞു. അന്നേരം ചേച്ചി അത് നീ ചുമ്മാ പേടിക്കൊന്നും വേണ്ടെന്നേ. ഇനി അവരെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് അലീന പറയാം. നീ അത് ഓർത്ത് പേടിക്കണ്ട. എനിക്ക് ഓർത്തിട്ട് പേടിയാവുക ചേച്ചി. അപ്പം നീ പേടിക്കണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്. ഞാനത് പറഞ്ഞില്ല എന്നുള്ളൊരു പരാതിയായിട്ട് നീ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോഴേ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ചേച്ചി വിവരം അറിഞ്ഞാനേ എന്ന് രേവതിക്കുട്ടി അലീനയോട് പറയുമ്പോൾ, എടി മോളെ ഞാൻ വെക്കുക കേട്ടോ, ഇവിടെ കുറച്ച് ജോലിയുണ്ട്, ഞാൻ വൈകിട്ട് വിളിക്കാം കേട്ടോ. ശരി ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി അവിടെ വിഷമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അലീന അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണമോൾ അവിടേക്ക് വന്നു. അപ്പോൾ കൃഷ്ണമോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ അലീന എല്ലാം എടുത്തൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇന്നിങ്ങനെ തിരിച്ചു വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എവിടെ നിന്ന് കഴിക്കുമോ ഫുഡ്? ഷാജിച്ചാൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ആരെങ്കിലും തരും മോളെ. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞാനും വന്നാലോ എന്ന് കൃഷ്ണ പറഞ്ഞപ്പോൾ, അയ്യോ വേണ്ട വേണ്ട, സംഭവത്തിൻ്റെ കളർ പോലും മാറിപ്പോകും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളും ഒക്കെ ഉണ്ട്, രാത്രിയിലേക്കുള്ള ഫുഡ് ഞാൻ വന്നിട്ട് കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരണൻ്റെ വീട്ടിലേക്ക് ഇനിയും പോകാൻ ചേച്ചിക്ക് ഒരു പേടിയും തോന്നുന്നില്ലേ എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോൾ അലീന ഇല്ലയെന്ന് പറഞ്ഞു. ദൈവം ഉണ്ടല്ലോ എൻ്റെ കൂടെ, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാലും അവരെങ്ങനെ പെരുമാറുമെന്ന് നമുക്കറിയത്തില്ലല്ലോ ചേച്ചി. അപ്പം അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല അലീന. ചേച്ചിക്ക് ഈ വീടുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നും ഇവിടുത്തെ വേലക്കാരി അല്ല എന്നൊക്കെ ആരെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ പേടിച്ച് നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ എന്ന് അലീന പറഞ്ഞു കൊടുക്കുക. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഊണും എല്ലാം അതാത് സമയത്ത് നീ തന്നെ വിളമ്പി കൊടുക്കണമെന്ന് അലീന പറഞ്ഞു. അച്ഛനും ബബിതയും നീ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ കൊടുത്തോളാം ചേച്ചിയെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അലീന ഇങ്ങനെ കൊച്ചിനെല്ലാം എടുത്ത് വെച്ചിട്ട് പോകുന്നു. കൃഷ്ണ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കും. അപ്പോൾ കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ബബിത അങ്ങോട്ട് എടി എന്ന് പറഞ്ഞ് വിളിച്ചു വന്നു കേട്ടോ. അവൾ എങ്ങോട്ട് പോയതാ അടിയെന്ന് ചോദിച്ചു. അപ്പോൾ ശരണ്യയുടെ വീട്ടിൽ അവൾക്ക് നാണമില്ലടി. ഇന്നലെ അവൾ അടിച്ച് നശിപ്പിച്ച ഉടുതുണിയും വലിച്ചു കയറി മുഖത്ത് തുപ്പി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയവരുടെ അടുത്തേക്ക് പിന്നെയും പോയി അവൾ. അപ്പോൾ ചേച്ചി അവരെ കാണാൻ പോയതല്ല, ശരണ്യെ കാണാൻ പോയതാണെന്ന് കൃഷ്ണ പറയുക. ശരണ്യ ഇവളുടെ ആരാ? അപ്പം ചേച്ചി അതൊന്നും നോക്കിയിട്ടല്ല പോകുന്നതെന്ന് കൃഷ്ണ പറയുമ്പം അവൾക്കിത് എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരണ്യ കാരണമാണല്ലോ ഇപ്പോൾ രോഹിയേട്ടൻ ജയിലിൽ കിടക്കുന്നത്, അതെങ്കിലും അവൾ ഓർക്കണ്ടേ? ശരണ്യ കാരണമാണ് രോഹിയേട്ടൻ ജയിലിൽ കിടക്കുന്നത് എന്ന് കൃഷ്ണ ചോദിക്കുമ്പം എന്നാ സംശയം എന്ന് ബബിത ചോദിക്കാം. നല്ല ഉത്തരവും കണ്ടുപിടുത്തമാണല്ലോ. ശരണ്യ പറ്റിച്ചുകൊണ്ട് പോയി ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി ചതിച്ചിട്ട് അത് ശരണ്യയുടെ കുറ്റമാണോ എന്ന് ചോദിച്ചു. അവനവൻ സൂക്ഷിക്കണമായിരുന്നു എന്ന് പറയുമ്പം ചേച്ചി സൂക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് കൃഷ്ണ ബബിതയോട് തിരിച്ചൊരു ചോദ്യം. അതെന്താടി അങ്ങനെ ഒരു ചോദ്യം? അല്ല, മറ്റുള്ളവരെ കുറ്റം പറയുമ്പം സ്വന്തം കാര്യം കൂടി ഒന്ന് ആലോചിക്കണം എന്ന് കൃഷ്ണ ബബിതയ്ക്ക് ഒരു താക്കീതും കൊടുത്തു. ഞാനെന്നാ ചെയ്തു? ചേച്ചി ആ മുടിത്തലേൻ്റെ കൂടെ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഈ അത്തപ്പലും മെഴിഞ്ഞ് നിൽക്കുക. ഞാനവിടെ പോയി, ഞാനവിടെയും പോയിട്ടൊന്നും ഇല്ലെന്നും പറഞ്ഞ ബബിത. അപ്പോൾ കൃഷ്ണ തുറച്ചു നോക്കുക. ഒരിടത്തും ചേച്ചി പോയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ വെറുതെ ഔട്ടിങ്ങിന്, ഇതും അതുപോലൊരു ഔട്ടിങ് ആയിരുന്നു. അപ്പം ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. അലീന അച്ഛൻ്റെ മോളാണെന്നാണല്ലോ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ രോഹിയേട്ടൻ അവളുടെ ആരാ? അപ്പം സ്വന്തം ആങ്ങള, എന്താ സംശയം? ആണല്ലോ. അപ്പം അവൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? സ്വന്തം ആങ്ങളയുടെ പക്ഷത്തല്ലേ നിൽക്കേണ്ടത്. അപ്പം അതിനിപ്പോൾ എന്നാ പറ്റി? ആങ്ങളയ്ക്കെതിരെ കോടതിയിൽ പോയി സാക്ഷിമൊഴി പറഞ്ഞോ അലീന ചേച്ചി? ഇല്ലല്ലോ. ഈ വീട്ടിലെ പ്രതിയുടെ പെങ്ങളെന്തിനാ വാദിയെ രക്ഷിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം ചേച്ചി അങ്ങനെ വാദിയും പ്രതിയും നോക്കിയിട്ടൊന്നും അല്ല ഓരോന്നും ചെയ്യുന്നത് ചേച്ചിയുടെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥാപനത്തിലാണ് ചേച്ചി ജീവിച്ചതും വളർന്നതും പഠിച്ചതും ജോലി ചെയ്തതും എല്ലാം. അത് ചേച്ചിയുടെ രക്തത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ ചേച്ചിയുടെ ശമ്പളം മുഴുവനും ചേച്ചി ഓരോ അനാഥാലയങ്ങൾക്ക് അരിയും സാധനവും വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം ആയിക്കോട്ടെ, വലിയ പുണ്യാളത്തിയാണല്ലോ അവള്.
സ്വന്തം കുടുംബത്തിൽ ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ എതിർകക്ഷിയുടെ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങൾ നോക്കുകയാണോ വേണ്ടത് എന്ന് ബബിത ചോദിക്കുമ്പം ആങ്ങളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ചേച്ചി കൈ ചൂണ്ടി പറയും, ദാ ഇവൻ കുറ്റക്കാരനാണെന്ന് തന്നെ, അതിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ താമസം മാറ്റി പെട്ടിയും കിടക്കെ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി താമസിക്കണം. ചോറ് എവിടെയും കൂർ അവിടെ, അതെവിടത്തെ ന്യായവാടി എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടുത്തെ ചോറ് തിന്നൊന്ന് വെച്ചേ ഇവിടെ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും ചേച്ചി കൂട്ടു നിൽക്കണമെന്നാണോ പറയുന്നതെന്ന കാര്യം കൃഷ്ണ അന്നേരം ചോദിച്ചു. രോഹിയുടെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു, ചേച്ചി എതിർത്ത് ഓടിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഒന്നും മിണ്ടാനില്ല ബബിതയ്ക്ക്. കൃഷ്ണ വായ അടപ്പിക്കാം. അപ്പോൾ ബബിതേച്ചി ഒരു ഭ്രാന്തനെ വിളിച്ച് വീട്ടിൽ കയറ്റി റൂമിൽ കയറ്റി വാതിലടച്ചു. അവനെയും അലീന ചേച്ചി ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്ന് ചോദിച്ചു. ഓ, ഹരിയേട്ടനും രോഹിയേട്ടനും കൂടി അലീന ചേച്ചിക്ക് മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ നോക്കിയില്ലേ? ചേച്ചി അതിനെ സമ്മതിച്ചോ എന്നും അലീന ചോദിക്കുക. അപ്പോൾ ഭയങ്കര കലിപ്പ്. ദേ സ്വന്തം വയറ്റിൽ കത്രിക കുത്തി കയറ്റിയിട്ടെങ്കിലും അവരെ ഭയപ്പെടുത്തി ഓടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇതിനകത്തൊന്നും ബബിത മോൾക്കൊന്നും പറയാനില്ല. അതാണ് അലീന ചേച്ചി. ഓ, അലീന ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് പിന്നെ 100 നാക്കാണല്ലോ അല്ലേ? മറ്റവളെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് കോളനിക്കാരെല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊന്ന് കെട്ടി തൂക്കേണ്ടായിരുന്നല്ലോ അവളെ. അപ്പോൾ ബബിതേച്ചി അങ്ങനെയാണോ കേട്ടത്? മണ്ണെണ്ണ കഴിച്ച് തീ കൊളുത്താൻ പോയ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങോട്ട് തന്നെയാണല്ലോ പിന്നെ അവൾ ചെന്ന് കയറി കൊടുത്തേക്കുന്നത്. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ പിന്നെ അവൾ പോവോടി എന്ന് ചോദിച്ചുകൊണ്ട് വലിയ ആൾ കളിച്ചപ്പം ബബിതേച്ചിയുടെ കണ്ണിന് കാഴ്ച കുറവാണ്. പക്ഷേ അമ്മയുടെ കണ്ണിനും ആ കാഴ്ച അതേപടി തന്നെയാണ്. ബബിതയ്ക്കൊന്നും മിണ്ടാനില്ല. അടപ്പിച്ച് കൃഷ്ണ 4 വർത്താനം പറഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ബബിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.